ആ ഗൈസ് ഈ ഇരിക്കുന്ന ഇരിപ്പൊക്കെ എല്ലാവരും വയറു വലിച്ച് ഫോണിലും കുത്തി ഒരേപോലെ തന്നെ ഇരിക്കുന്ന സ്റ്റൈല് കണ്ടോ. അച്ഛൻ്റെ കടയിലത്തെ അച്ഛൻ്റെ കൂട്ടുകാരന്മാരും എന്താ ഇത് അബിസാറു, അത് തൊട്ടുപഴകുന്ന മത്തായി സാറു, ഇത് ആൻസർ മുതലാളി. ഞാൻ ഇവിടെ നഴ്സ് വരണുണ്ടോ എന്ന് ഞാൻ നോക്കിയിരിക്കുന്നേ ആശുപത്രിയിൽ. അച്ഛൻ ഒഴിവൊക്കെ കടയിലേക്ക്. അപ്പം ഞാനിവിടെ നിന്നിട്ട് വിളിക്കാൻ നോക്കണം നഴ്സനെ കുത്താമാനുണ്ടോന്നേ. ഞാൻ വരണുണ്ടെങ്കിൽ ഒന്ന് ഒറ്റ രക്ഷപ്പെടണ്ടേ. സൗണ്ടൊന്നും കേൾക്കാനില്ല. ഓർമ്മപ്പോൾ എത്തുക്ക പോവാം. ചിന്നു എവിടെ നോക്കിരി, അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിരി. ആരും കാണണമെന്നില്ലല്ലോ. ഞാൻ പോയാലോ നമുക്ക്. അങ്ങനെ പാതിരാത്രി തുമ്പി വന്നിട്ടത് വെടിയിരിക്കണം കീഴ്സ്ഥലത്തുനിന്ന്. പിന്നെ ഞങ്ങൾ നടന്നു പോയിട്ടിരിക്കുന്നു. ഞങ്ങൾ പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു വെളുപ്പിൻ്റെ 5 മണിക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. ഞങ്ങൾ നടക്കാനിറങ്ങി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. പിന്നെ കുറച്ച് നേരം ചുമന്ന് നടക്കണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. ഡോക്ടർ വന്നിട്ട് ഇന്ന് ഡിസ്ചാർജൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ കുത്തി പൊട്ടിക്കാറായി. ഈ പ്രഷറും തയ്ച്ചാടാ, പിന്നെ എൻ്റെ മേത്തിട്ട് ഞാൻ തയ്ക്കടാ. അയ്യോ സോറിയടാ തുമ്പി, കുറച്ച് മേത്തായിട്ടാ. എന്നോട് ക്ഷമിക്കണം തുമ്പി, പറ്റിപ്പോയതാണ്. കുഴപ്പമില്ലല്ലോ അല്ലേ. ഇനി എൻ്റെ ഐഡിയ ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുമ്പിനെ സോപ്പിടും എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ തുമ്പി എന്നെ ഇങ്ങനെ കൊഞ്ചിക്കും. ഞാൻ ഡ്രസ്സൊക്കെ മാറി എൻ്റെ കൈമെടുത്ത സാധനങ്ങളൊക്കെ ഉരുട്ടും. ഇനി ഇവിടുത്തെ ബില്ല് കൂടി കിട്ടിച്ച് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പം നടന്ന് കണ്ടിട്ട് വരാം. അയ്യോ കാല് പോയില്ല ദൈവമേ, കാല് വിട്ടപ്പ. അയ്യോ ഇത് ചെരുപ്പ് പോയോ ദൈവമേ, ഓടി രക്ഷപ്പെടാം, വേറെ വഴിയില്ല. തുമ്പി ആ ചെരുപ്പിട്ടൻ്റെ പിറകെ വരണാലും ചിന്നനെ തള്ളിക്കൊള്ളൂടാ. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ അങ്ങനത്തെ ഗൈസ് എല്ലാം സെറ്റപ്പായി. ഞങ്ങൾ ബില്ലൊക്കെ കിട്ടി, ഓട്ടോറിക്ഷ താഴെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് തെറ്റാ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയേന്. ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി. എൻ്റെ മൊത്തമുള്ള ചിരി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്ര അധികം സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒന്നാമത് ചേച്ചിനെ കാണാൻ പോകുന്നത്, ഷാരിച്ചിനെ കാണാൻ പോകുന്നത്, നിർമ്മലമ്മനെ കാണാൻ പോകുന്നത്. എനിക്ക് നല്ല ഉന്മേഷമായിരുന്നു കേസ്. അതാണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഡാൻസ് കളിക്കൂ തുമ്പി ചിന്നോ അടിച്ചു വിളിക്കൂ, ഡാൻസ് കളിക്കൂ. ഞാനങ്ങോട്ട് ഹാപ്പി. വീട്ടിലെന്നിട്ട് ഞാനങ്ങോട്ട് കുത്തി മറിയായിരുന്നു. എൻ്റെ ഉന്മേഷം മൊത്തം ഞാൻ പുറത്തെടുത്തു. അതാണ് ഞാൻ ഹാപ്പി ആയി ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.